പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ സൂരജ്. ഇതേ സമയം ഇന്ദ്രജയാകട്ടെ തൻ്റെ നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ്. തൻ്റെ ചേച്ചിയെ ചതിച്ചവനെ വെറുതെ വിടുകയില്ല, ആ കാര്യത്തിൽ ഉറപ്പു തന്നെയാണ്. ഇനി പുറകോട്ടില്ല. ഞാൻ എന്തായാലും അവൻ്റെ കള്ളത്തരം വെളിച്ചത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മീനുവിനെ കാണാൻ എത്തുകയാണ് ഇന്ദ്രജ. അപ്രതീക്ഷിതമായ ഈ വരവ് മീനുവിനെ ഒന്ന് ഞെട്ടിക്കുന്നു. ഇതോടെ മീനു ആരാ, എന്തു വേണം, മനസ്സിലായില്ലല്ലോ. മീനുവല്ലേ? എനിക്ക് മീനുവിനെ മനസ്സിലായി. സൂരജ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അല്ലേ? ഇത് കേട്ട് ഒന്ന് ഞെട്ടുകയാണ് മീനു. അതെ, പറഞ്ഞത് ശരിയൊക്കെ തന്നെയാ. പക്ഷേ നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല. ആരാണ്? നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ അറിയുക? മീനുവിനെ ഇവിടെ ആർക്കാ അറിയാത്തത്? മീനു അത്ര ഫേമസ് അല്ലേ? എന്നാൽ നിങ്ങൾ ആരാണെന്ന് പറയണം. ഞാനോ? എൻ്റെ പേര് ഇന്ദ്രജ. മീനുവിനത്ര പരിചയമൊന്നും ഉണ്ടാകുകയില്ല. പക്ഷേ സൂരജിനറിയാം ഞാൻ ആരാണെന്ന്. സൂരജിന് എൻ്റെ ചേച്ചിയെയും അറിയാം, ബിന്ദുജ. ആണോ? അവർ സൂരജ് സാറിൻ്റെ ഫ്രണ്ടാണോ? സൂരജിൻ്റെ ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷേ സൂരജിന് വളരെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ മീനുവിനോട് തുറന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. മീനുവിന് സമയം ഉണ്ടാകുമല്ലോ. ഇതോടെ മീനു ഒന്ന് സംശയിക്കുകയാണ്. എന്തായിരിക്കും ഇവർക്ക് എന്നോട് പറയാനുണ്ടായിരിക്കുക? എന്തായാലും കേട്ടു നോക്കാം. പറഞ്ഞോളൂ, എന്താണ് കാര്യം? ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട. മറ്റൊരു സഹായം ഞാൻ നിനക്ക് നൽകാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എനിക്ക് സഹായം നൽകാനോ? എന്ത് സഹായം? മനസ്സിലായില്ല. നീ വിവാഹം കഴിക്കാൻ പോകുന്ന സൂരജ് ഇല്ലേ? സൂരജ്. സൂരജ് നിന്നെ ചതിക്കുകയാണ്, എൻ്റെ ചേച്ചിയെ ചതിച്ചതുപോലെ. എന്ത്? സൂരജ് സാർ ചതിച്ചെന്നോ? എങ്ങനെ? എൻ്റെ ചേച്ചി ബിന്ദുജ ഒരുപാട് മോഹിച്ചതാണ് സൂരജുമായുള്ള വിവാഹത്തിന്. സൂരജ് ഒരുപാട് ആഗ്രഹങ്ങൾ എൻ്റെ ചേച്ചിക്ക് നൽകി. എന്നിട്ട് അവസാനം വഞ്ചിച്ച് കടന്നു കളയുകയായിരുന്നു എൻ്റെ ചേച്ചിയെ ചതിച്ചതിന് ശേഷം. ഒരിക്കലും അതെനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. സൂരജ് സാറ് ചതിച്ചെന്നോ? ഇല്ല, ഞാനത് ഒരിക്കലും വിശ്വസിക്കുകയില്ല. സൂരജ് സാർ അങ്ങനെയുള്ള ഒരാളെ അല്ല, അതെനിക്ക് ഉറപ്പുണ്ട്. നിന്റെ വിശ്വാസമെല്ലാം തെറ്റാണ്. നിങ്ങളുടെ മുൻപിൽ മാന്യനായി അഭിനയിക്കുന്ന ഒരു കള്ളനാണ് അയാൾ. ആ കാര്യമാണ് എനിക്ക് നിന്നെ അറിയിക്കാനുള്ളത്. അയാളുടെ ചതിയിൽ നീ വീണു പോകരുത് എന്നെനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ കാണുന്നതിനായി വന്നത്. പിന്നെ എൻ്റെ ചേച്ചിയുടെ മരണത്തിന് കാരണമായ അയാളെ ശിക്ഷിക്കാതെ ഞാൻ അടങ്ങുകയില്ല. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യും. എൻ്റെ ചേച്ചിക്കുള്ള കടപ്പാടാണത്. ഇത് കേട്ടതിനെ തുടർന്ന് മീനുവാകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ്. എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നതിനെ തുടർന്ന് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ദ്രജ. ഇതോടെ സൂരജ് സാറിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ മീനു. സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ. ഇതിന്റെ ഭാഗമായി സൂരജിനെ കാണാൻ മീനു എത്തുന്നു. മീനുവിന്റെ കടന്നുവരവ് കണ്ട് സൂരജ് സന്തോഷിക്കുകയാണ്. വരണം മീനു, ഇരിക്കെ. എന്താ പെട്ടെന്ന് ഈ വഴിക്കൊക്കെ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? സൂരജ് സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അതിനെന്താ മീനു, ചോദിച്ചോ. നിനക്കെന്താ അറിയേണ്ടത്? എന്തെങ്കിലും സ്കീമിനെ പറ്റിയാണോ? അല്ല,
എനിക്ക് ബിന്ദുജ ആരാണ് എന്നുള്ള കാര്യം അറിയണം. ഇത് കേട്ട് ആകെ അസ്വസ്ഥനാവുകയാണ് സൂരജ്. മാത്രവുമല്ല, മീനു എനിക്ക് ഇപ്പോൾ അതേപറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ സംശയങ്ങൾ കൂടുകയാണ് മീനുവിൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ കേട്ടതെല്ലാം ശരിയാണോ? നീ എന്ത് കേട്ടു? പറയൂ. എന്നെ കാണാൻ ബിന്ദുജിയുടെ ചേച്ചി ഇന്ദ്രജ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത ചതി മൂലമാണ് ബിന്ദുജ ആത്മഹത്യ ചെയ്തത് എന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് സത്യാവസ്ഥ അറിയണം. അതിനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതോടെ മീനു, നീ കേട്ടതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. എനിക്ക് ബിന്ദുജയെ അറിയാം. പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരു ബന്ധം അല്ല എന്നതാണ് സത്യം. ഈ കാര്യം കേട്ട് ഞെട്ടിപ്പോവുകയാണ് മീനു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.